നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു വിഷു. വിഷുവിന് പ്രധാനം കണി കാണലാണ്. കണി കാണുന്നത് ഉണ്ണിക്കണ്ണനെയാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണൻ്റെ ശൈശവകാലം ഉണ്ണിക്കണ്ണനെയാണ് സാധാരണ കണി കാണുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൃഷ്ണ വിഗ്രഹം കണി കാണുന്ന പതിവാണ്. ഇത് കൃഷ്ണന്റെ തന്നെ മറ്റൊരു പ്രതിമയാണ്. കൃഷ്ണന്റെ കൂടെ ഉള്ളത് രാധയാണ്. രാധാകൃഷ്ണ സങ്കല്പം. ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനും രാധയും ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയാണ്. കൃഷ്ണനും രാധയും ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതിൽ കൃഷ്ണന് മുണ്ടാണുള്ളത്. മുണ്ട് അല്ലെങ്കിൽ ധോത്തി എന്ന് പറയും. തട്ടുടുക്കുന്ന രീതിയിൽ മുണ്ടുടുക്കുന്നതാണ് ധോത്തി. രാധയ്ക്കാകട്ടെ നീളത്തിലുള്ള പാവാട, വളരെയധികം ചുരുക്കുകളുള്ള നീളത്തിലുള്ള പാവാടയും അതോടൊപ്പം ബ്ലൗസും കൂട്ടത്തിൽ ഒരു ദുപ്പട്ടയും ആണ്. ഈ ദുപ്പട്ട തലയിൽ കൂടെ ഇട്ട് പുറകുവശം മുഴുവനായി കവർ ചെയ്ത് വരുന്ന പോലെയാണ് ദുപ്പട്ട ഇട്ടിരിക്കുന്നത്. ആ ദുപ്പട്ട ഒരു ഹാഫ് സാരി പോലെ ഉപയോഗിക്കുകയും ചെയ്യും. കൃഷ്ണന് ധോത്തിയോടൊപ്പം ഒരു മേൽ മുണ്ട് കൂടെ ഉണ്ട്. ഇന്ന് ഇതിവിടെ പറയാൻ കാരണം, ഇത് പുരാതന കാലം മുതൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കൃഷ്ണ സങ്കല്പമാണ്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ്റെത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ രാജധാനിയായിരുന്നു ദ്വാരക. ദ്വാരകയിലെ ശ്രീകൃഷ്ണന്റെ രാജധാനി ഇപ്പോഴുമുണ്ട്. അത് കടലെടുത്തു, അത് കടലിന് അടിയിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മയിൽപ്പീലിയും ഒക്കെ ആയിട്ട് കടലിന് അടിയിലേക്ക് പോയി ഈ കൊട്ടാരത്തിൽ സന്ദർശനം നടത്താൻ പോയത്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു രാജ്യമുണ്ടായിരുന്നു, അവിടെ ഒരു കൃഷ്ണൻ രാജാവായിട്ട് ഉണ്ടായിരുന്നു എന്നത് വിശ്വസിക്കേണ്ട ഒരു സങ്കല്പം ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആധുനിക കാലത്ത് ഡിജിറ്റൽ വിപ്ലവം നടക്കുന്ന ഈ സമയത്ത്, AI ടെക്നോളജി വരെ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത്, ഈ കൃഷ്ണനും രാധയും ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിക്കാറുണ്ടോ? ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ ദ്വാരകയിൽ പോയിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ രാജകൊട്ടാരമായ ദ്വാരക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ. അപ്പോൾ കടലിനടിയിൽ പോയ രാജകൊട്ടാരത്തിൻ്റെ കുറച്ചൊക്കെ അവശിഷ്ടങ്ങൾ കടലിന് മുകളിലായി ഒരു പാറപ്പുറത്ത് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകളെല്ലാം തന്നെ പോവുക. ഞങ്ങളും അവിടെയാണ് പോയത്. കടലിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്തുവാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്, കഥയുണ്ട്. കുചേലൻ അവൽപ്പൊതിയുമായി ശ്രീകൃഷ്ണനെ കാണുവാൻ പോയി. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു കുചേലന്. അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് അവൽപ്പൊതിയുമായി പോയത്. ചോദിക്കാനുള്ള നാണക്കേട് കാരണം കുചേലൻ ഒന്നും ചോദിക്കാതെ ഇരുന്നു.
അവൽപ്പൊതി കൊണ്ടു കൊടുത്തു. ശ്രീകൃഷ്ണനെ കണ്ടു രാജകൊട്ടാരത്തിൽ. ആ സ്ഥലമൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ഞങ്ങൾ പോയി കാണുകയും ചെയ്തു. അപ്പോൾ ദ്വാരകയിൽ പോയ സമയത്താണ് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഈ ഡ്രസ്സിങ് രീതി അവിടെ ദ്വാരകയിലെ ആൾക്കാർ അതുപോലെ തന്നെ പിന്തുടർന്ന് വരുന്നു. ആണുങ്ങൾക്ക് സാധാരണയായി നോർത്തേൺ സൈഡിലുള്ള ആണുങ്ങളൊക്കെ മുണ്ടുടുക്കാറുണ്ട്. മുണ്ട് ധോത്തി എന്നാണ് അവർ പറയുക. ആ ധോത്തി തട്ടുടുക്കുന്ന രീതിയിൽ ആണ് ഉടുക്കുക. അത് ഉണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ശ്രീകൃഷ്ണന്റെ ഈ രീതിയിൽ തന്നെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ധോത്തി ഉടുത്തിരുന്നത്. അതിന് മുകളിൽ ആ ക്ഷേത്രത്തിലെ പൂജാരിമാർക്കൊക്കെ പ്രത്യേകമായി ഈ ധോത്തിയും അതിന് മുകളിൽ ഒരു ഷർട്ട് പോലെ പണ്ട് ശ്രീകൃഷ്ണന്റെ ഒരു കാലത്ത് കണ്ടിട്ടുള്ള, നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു ഷർട്ടും അല്ല ബ്ലൗസും അല്ല എന്നുള്ള രീതിയിൽ ഒരു കുപ്പായം, ഒരു മേൽ കുപ്പായവും അവർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂജാരിമാരൊക്കെ ധാരാളമായി ആഭരണങ്ങളും അണിഞ്ഞിരുന്നു. മാലയും വളയും ഒക്കെ. കമ്മലില്ല ആണുങ്ങളായതുകൊണ്ട്, പക്ഷെ മാലയും വളയും മറ്റ് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ആഭരണങ്ങൾ ഈ പൂജാരിമാർ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലങ്ങളിലെ രാജാക്കന്മാരൊക്കെ അതുപോലെ ആഭരണങ്ങൾ ഇടുക പതിവുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ട 2-3 സ്ത്രീകൾ ഞാൻ ശ്രദ്ധിച്ചത് ഇതുപോലെയുള്ള ഡ്രസ്സാണ്. എന്നാൽ നല്ലതായി ഞൊറിവുകളുള്ള, ഒരുപാട് ഞൊറിവുകളുള്ള, വളരെ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു നീളൻ പാവാടയും, പാവാടയ്ക്ക് മുകളിൽ ഒരു ബ്ലൗസും, ദുപ്പട്ട സാരി പോലെ ചുറ്റുന്ന, ഹാഫ് സാരി പോലെ ചുറ്റുന്ന ഒരു ദുപ്പട്ട. ഞാൻ കൂടുതലായി ശ്രദ്ധിച്ചപ്പോൾ ഈ ബ്ലൗസിന് പുറകുവശം ബ്ലൗസിന് ഒന്നുമില്ല. പുറകുവശത്തെ ബ്ലൗസ് ഒരു വള്ളി വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദുപ്പട്ട, തലവഴി ഇട്ടിരിക്കുന്ന ദുപ്പട്ട പുറകുവശം മുഴുവനായി മറഞ്ഞാണ് കിടക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. 40 ഡിഗ്രി 45 ഡിഗ്രിയിൽ കൂടുതലായിട്ടുള്ള ചൂട് അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനോട് അടുത്ത് കിടക്കുന്ന രാജസ്ഥാനിലും മരുഭൂമിയാണ്. രാജസ്ഥാനിലുള്ള സ്ത്രീകൾക്കും ഏകദേശം ഇതേപോലെയുള്ള ഡ്രസ്സാണ്. വളരെ വിസ്താരത്തിൽ കിടക്കുന്ന, ഞൊറിവുകളോടെ കിടക്കുന്ന വലിയ ഒരു പാവാട, അതോടൊപ്പം പുറകുവശം തുറന്ന് വള്ളി മാത്രം കെട്ടിയിരിക്കുന്ന ഒരു ബ്ലൗസും, എന്നാൽ പുറകുവശം മുഴുവനായി മറഞ്ഞു കിടക്കുന്ന ദുപ്പട്ട തലയിൽ കൂടെ ഇട്ട്. ആ ദുപ്പട്ട വളരെ നൈസായ ഒരു തുണിയാണ്. ഒരു പക്ഷേ ഈ ചൂടിനെ സഹിക്കാൻ കഴിയില്ലാത്തതിനാൽ ആയിരിക്കും, ദുപ്പട്ട നൈസായ തുണി ആയതുകൊണ്ട് കാറ്റൊക്കെ കയറി വരും. അത് മൂലമായിരിക്കും ഈ രാജസ്ഥാനിലെയും സ്ത്രീകളും ഈ ദ്വാരകയിലെ സ്ത്രീകളും ഒക്കെ ഇതുപോലത്തെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒക്കെ നിലത്തിരുന്നാണ് പാചകം ചെയ്യുക. അപ്പോൾ നിലത്ത് ചമ്രം പടഞ്ഞ് ഇരിക്കുവാനുള്ള സൗകര്യം ഈ വിസ്താരമുള്ള പാവാട ഇടുന്നത് മൂലം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ദ്വാരകയിലും ശ്രീകൃഷ്ണൻ ഗോപാലനായിരുന്നു. ഗോപികമാരാണ് വൃന്ദാവനത്തിലുള്ളത്. അവർക്ക് മെയിൻ ആയിട്ടുള്ള അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ വളർത്തലും പാലുൽപ്പന്നങ്ങളും വെണ്ണ ഉണ്ടാക്കുക ഒക്കെയാണ്. അപ്പോൾ തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നത് നിലത്ത് ഇരുന്നാണ് ഇവർ തൈര് കടയുക ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായിരിക്കും ഈ വിസ്താരമുള്ള പാവാട. അതിനാലായിരിക്കും ഇവരൊക്കെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് ചെറുപ്പക്കാരായ സ്ത്രീകൾ മാത്രമല്ല ഈ ഡ്രസ്സ് ഉപയോഗിക്കുക, വളരെ പ്രായമായ അമ്മൂമ്മമാർക്ക് വരെ ഇത്